ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ കുഞ്ഞുടീൻ്റെ പെർഫോമൻസ് ആണ് ദാ വടിവേല് പോലെ ദൈ നിൽക്കുന്ന സാധനം. അപ്പം അത് ആദ്യം ഒന്ന് വെള്ളത്തിൽ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ കേട്ടോ. അപ്പോൾ ചോറൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഈ വക പരിപാടികളൊക്കെ എടുക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളെ മൊയിനെ അവിടെ വെള്ളം ഒഴിച്ചിട്ടിരിക്കണേ. ഇനി നമുക്ക് ചോറിനുള്ള അരി ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ അവിടെ ഇവിടെയായിട്ട് കുട്ടികളെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് എന്താ പണി എന്നൊന്ന് പോയി നോക്കിയാൽ നമുക്ക്. അപ്പോൾ ഞാൻ അരി അടുപ്പത്തിട്ട് കണ്ട് വേഗം അതിനിറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്ന് കളിച്ചാണ്. ആ കൂട്ടത്തിൽ സിനിമോനും കൂടിയിരിക്കണം കേട്ടോ. അപ്പം ഞാൻ വീണ്ടും എൻ്റെ പണിക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. ഇന്നലെ മത്തൻ്റെ ഇല കിട്ടിയിട്ടുണ്ടെങ്കിൽ കേട്ടോ, അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഈ കോലത്തിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇല വർഗ്ഗമാണ് മത്തൻ്റെ ഇല കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള താത്ത എൻ്റെ തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ആൾ ഇന്നലെ എനിക്ക് കറിയും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് തന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിനി. അപ്പോൾ അത് ഞാൻ അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഇങ്ങനെ ഉള്ളി എടുത്തിക്കണം കേട്ടോ. ഇനി പൈക്കുള്ള ചെറുള്ളി വെളുത്തുള്ളി സംഗതികളൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകിയെടുത്ത് കൊണ്ടുവന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഉണ്ടാക്കണ ചട്ടിക്ക് തന്നെ അരിഞ്ഞെടുക്കുകയാണേ. കാരണം വേറൊരു പാത്രം അതിനായിട്ട് മെനക്കെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോണത് നമ്മളെ മലപ്പുറത്തിൻ്റെ സ്വന്തം താളിപ്പാണ് കേട്ടോ. പിന്നെ താളിപ്പ് ഞാനിങ്ങനെ ഇടയ്ക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ചിലർ ചോദിക്കും റെസിപ്പി ഇല്ലല്ലോ എന്ന്. അപ്പോൾ ചിലരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ആ അടിപൊളിയാണ് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സംഗതി സിമ്പിളാണ്. അതാ ഈ ഞാൻ കാണിച്ചില്ലേ അതേക്കെ പോലെ തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ ഇല ഇട്ട് കൊടുക്കുക, ആ കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ ഇല ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് മുരിങ്ങൻ്റെ ഇല മാതിരി ഒരു 2 മിനിറ്റോടൊന്നും പെട്ടെന്നൊന്നും വെന്ത് വരില്ല കേട്ടോ. ഇത് കുറച്ച് സമയം ഒന്ന് മുരിങ്ങൻ്റെ ഇല 1-2 തിളക്ക് വേവുമല്ലോ. പക്ഷേ ഇതൊന്ന് ഇല ഒന്ന് വെന്ത് കിട്ടാനുണ്ട്. അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ സിമ്മിലിട്ടിട്ട് നമ്മൾ മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ എന്താ പറയുക മത്തൻ്റെ ഇല കറി റെഡി ആയി കേട്ടോ. ഇതെനിക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എങ്ങനെയാണോ, കുറഞ്ഞ ചെറിയൊരു വെള്ളത്തിൽ കാന്താരിയൊക്കെ ഇട്ട് ഇങ്ങനെ വെക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ഉണ്ടാക്കി നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. ഞാൻ ഇത്രയും നേരം കുക്ക് ചെയ്തപ്പോഴേ അതിൻ്റെ ചൂടൊന്നും യാതൊരു ലേശം ഒരു ഭാവ വ്യത്യാസമല്ലാതെ ഇവിടെ അറുമാദിച്ചാണ് കേട്ടോ കുറച്ച് ടീംസ്. ഇനി അടുത്തത് ഓൽക്കില്ല പണിയാണ്. ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കണം. ഈ ഉറുമ്പുകൾ പോകാൻ എന്തെങ്കിലും വല്ല മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തരണേ. ഞാൻ പുൽത്തൈലിട്ട് തുടച്ചു. പിന്നെ ഇപ്പം ഞാൻ ചെയ്യലെന്താ വെച്ചാൽ കൗണ്ടർ ടോപ്പ് നമ്മൾ മൊത്തമായിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അത് വെച്ചിട്ടും തുടക്കലുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് തുടക്കുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ ഉറുമ്പ്. ആ ഒരു സമയമാണ് പോകും. പിന്നീട് ഞാൻ വീണ്ടും കുക്ക് ചെയ്യാൻ ഇറങ്ങിയാൽ പിന്നെ ഇവർ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഭയങ്കര ഒരു ശല്യമാണ് ഇപ്പോൾ ഈ ഒരു ഉറുമ്പിനെ കൊണ്ട്. അഥവാ വല്ല ഫുഡിലും പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടി വരില്ല, ഛർദ്ദിച്ച് മാനം കെടും. അച്ഛാതി സ്മെല്ലുമാണ് കേട്ടോ അതിനുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും ഇവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് കേൾക്കിരിക്കട്ടെ. അതുവരെ പോലെ അവിടെ സംഹാര താണ്ഡവം ആടട്ടെ. അത് കഴിഞ്ഞിട്ട് ഓൽക്കില്ല പണി കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല ടിപ്പ് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുൽത്തൈലം വല്ലാതെ ഏശായിട്ടിപ്പം ഞാൻ വിനാഗിരിയാണ് കേട്ടോ, വിനാഗിരി ഇട്ട് കാണാൻ തുടച്ചു കൊടുക്കൽ. പക്ഷേ അതിപ്പോൾ വലിയ ഫലം കാണുന്നില്ല. അത് കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും നമ്മൾ എന്തെങ്കിലും കിച്ചണിൽ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. വല്ലാത്തൊരു ശല്യമാണ് കേട്ടോ ഈ ഉറുമ്പുകളൊക്കെ ഉണ്ട്. നമ്മൾ ഷെഡ് പരിയിൽ അതിനൊന്നും ഉണ്ടായിട്ട് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു പഠിച്ചവന് പുതിയ പരിക്ക് പോകുമ്പോൾ ഇവരൊന്നും ഉണ്ടാവില്ല. പക്ഷേ എവിടെ ഓല് അവിടുന്ന് എന്നെ വിട്ട് പിരിയാൻ പറ്റാതെ ഓല് ഇവിടെയും വന്നിക്കണം കേട്ടോ ഓല്. അപ്പം ഞാനത് ലാസ്റ്റ് കുറച്ച് വിനാഗിരി ഞാൻ അതിൻ്റെ ഇതിലേക്കൊന്ന് ചെറുതായിട്ടൊന്ന് തെളിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനൊന്ന് തുടച്ചൊക്കെ എടുക്കും. ഇത് കുറച്ച് സമയമൊക്കെ പിന്നെ പോലെ ഈ വൈക്ക് കാണൂലേ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കുക്കിങ്ങിനോ എന്തെങ്കിലുമൊക്കെ ഒരു 1-2 പാത്രം വരുന്നാൽ ഓല് വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ നമ്മുടെ മത്തൻ കറി ഉണ്ടല്ലോ, പിന്നെ മീൻ ഞാൻ ഈ സമയത്ത് പൊരിച്ചിട്ടുണ്ടായിരുന്നില്ലേ. വൈകുന്നേരത്ത് കുഞ്ഞുട്ടിക്കൊക്കെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തലേ ദിവസത്തെ ചമ്മന്തി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂട്ടിയിട്ടാണ് ഇന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിനി കേട്ടോ.
അങ്ങനെ നല്ലൊരു ഉറക്കം പാസ്സാക്കുന്ന നേരത്താണ് ഫോണിൽ വിളിയോട് വിളി. ആ സമയത്താണ് കേട്ടോ ഈ കൊറിയറിൻ്റെ ആൾക്കാർ വരിക. അപ്പോൾ അതാ ഇന്ന് ഞാൻ 2 ദിവസം മുന്നേ പറഞ്ഞിട്ടില്ലേനോ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതാ 4 വരുന്ന സെറ്റാണ് കേട്ടോ. മീഷോന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. 100 സംതിങ് അങ്ങനെ എന്തെങ്കിലും റേറ്റ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ സ്ക്രീൻഷോട്ട്. അപ്പോൾ 4 വരുന്ന സെറ്റാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഞാൻ മുമ്പ് ഇങ്ങനെ ഇത് കാണിക്കുമ്പോൾ അത് കേടൊന്ന് എടുത്താൽ ഒഴിവാക്കാനായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നു കേട്ടോ. ഞാനൊരു 3-4 മാസമായിട്ട് ഒരു തുണി തന്നെയാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ വാങ്ങിയപ്പോൾ 4 ഉള്ള സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഇനി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഒരു മൊത്തം മനസ്സിനായി പീടിക്ക് പോയിട്ടുണ്ടെങ്കിൽ പീടിക്ക് പോയപ്പോൾ 2 ആളെ കേട്ടോ. വന്നപ്പോൾ ആകെ ഒരാൾ. ഞാൻ ആകെ ബേജാറായിട്ടോ. അപ്പോൾ ഒരാൾ എന്നെ കാണാതെ അവിടെ ഒളിച്ചു നിന്നാണ് കേട്ടോ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടേ. ഞാൻ പേടിച്ചു, കുട്ടി ഒറ്റക്ക് വരുന്നുണ്ടപ്പോ. ഓ പീടി പോയി സാധനമൊക്കെ വാങ്ങി വരണ വല്ല മനസ്സിലായിക്കണില്ലേ. പക്ഷെ കൊണ്ടുപോയി ശീലമായി എന്താന്നോ, മുട്ടായി പീടിന്ന് കിട്ടണമെന്ന് മനസ്സിലായി. പിന്നെ ഒറ്റക്ക് പോകാൻ തുടങ്ങും. പാമ്പേസ് 100 റുപ്യ ബാക്കില്ലേ? അതെന്താ കയ്യില്? കുണ്ടർ ജോയൊക്കെ ഉണ്ടോ? സമ്മാനല്ലേ സമ്മാനം കൊടുത്തപ്പേ അത് തിന്നാൻ നീ കുട്ടിക്ക് വേണം കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന മുട്ടായി ഞങ്ങൾ ഒറ്റയ്ക്ക് പങ്കിട്ട് കഴിച്ചപ്പോഴാണ് ഞങ്ങൾ നീക്കുട്ടിയും ഉണർന്ന് വന്നിട്ടുണ്ടായിനി അത് കേട്ടോ. അപ്പോൾ ഓള് നല്ല ഉറക്കേനി. ഞങ്ങളെ കൂടെ അവിടെ കിടന്നിട്ട് ഓളും ഉറങ്ങിയിട്ടുണ്ടായിനി. ഇപ്പം ഞാൻ വിളിച്ചുണർത്തി കൊണ്ടുവന്നതാണേ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെ ഫ്രീ ടൈം ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ നീക്കുട്ടീൻ്റെ തലയിൽ ഇഷ്ടംപോലെ താമസത്തിന് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേപോലെയൊക്കെ ഒന്ന് വാർന്ന് കൊഴിച്ചു കൊടുക്കലാണേ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇന്ന തലയും ഇതൊക്കെ പോലത്തെ തന്നെ ആയിരുന്നു. ഇന്ന് ആർക്കും ഷട്ടിൽ കളിക്കാനുള്ള മൂഡിലേനി കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഇവിടെ തൊട്ടടുത്തത്തെ അയലോകത്തെ ചേച്ചീനോടെ വന്നിട്ട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കേനെ. അപ്പോൾ പിന്നെ ഞാനും സെനിമോനും ഒറ്റക്കായപ്പോൾ ഞങ്ങളും ഇങ്ങോട്ട് പോന്നു ചേച്ചീൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടേനി. അപ്പോൾ അത് ഒക്കെ ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തൊക്കെ നടക്കണേ. നമ്മൾ അയലൊക്കത്ത് ചുറ്റടത്ത് എവിടെ ഒരു പൂവുണ്ടായാലും അവിടെ വീഡിയോ എടുക്കാൻ ഞാൻ എത്തലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളതിലൊക്കെ പുഷ്പങ്ങളൊക്കെ വല്ലപ്പോഴും മാത്രമേ വിരിയാറുള്ളൂ. എന്നെ പേടിച്ചിട്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ വൈകുന്നേരം ആയാലും സിനിമോൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നോക്കലില്ല കേട്ടോ. കാരണം ഇവിടെ സെക്കൻഡ് മദറാണ് ആ കാര്യങ്ങളൊക്കെ നോക്കല്. കുട്ടീനെ മേലെ ചെയ്യുക, കുട്ടിക്ക് ഫുഡ് കൊടുക്കുക, ആ വക കാര്യങ്ങളൊക്കെ ഇവിടെ കുട്ടിയാണ് ഇവിടെ ചെയ്യുക. ഇതൊന്നും ഞാൻ നിർബന്ധിച്ച് ചെയ്യണതല്ല, ഓളെ ഇഷ്ടത്തിന് ഓളങ്ങനെ ചെയ്യണതാണ്. ആദ്യമൊന്നും സിനിമോൻ അയക്കൂല, ഇനി പിന്നൊക്കെ സിനിമോന് ഓളെ കൂടെ അങ്ങനെ നിന്ന് കൊടുക്കും കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ എന്താ പണി വെച്ചെങ്കിൽ കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് ബത്തൽ മീനും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന് കൊഴുവ എന്നൊക്കെയാണ് പേര്. നമ്മളിവിടെ ബത്തൽ എന്നൊക്കെയാണ് പറയുക കേട്ടോ. അപ്പം അതിൽ നിന്ന് ഞാനൊരു കുറച്ചെടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ പീരുണ്ടാക്കാൻ വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ആ സമയത്ത് ഇവിടുന്ന് ഇങ്ങനെ പാട്ടും ബൈത്തൊക്കെ കേട്ടപ്പോൾ ഞാനിവിടെ നിന്ന് വന്ന് നോക്കിയതാ. അപ്പോൾ ഇവർ കണ്ണാടിയിൽ നോക്കിയിട്ട് കുട്ടിയും താത്തയും നല്ല കളിയിലും പാട്ടും പ്രസംഗം ഒക്കെ ആയിട്ടാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനുവിന് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ വലിയൊരു ഇതില്ല കേട്ടോ. ആൾക്ക് ഒരു ചമ്മലൊക്കെ വന്നു. മറ്റാൾക്ക് പിന്നെ വീഡിയോ എടുത്താലും പാടില്ല ഇല്ലെങ്കിലും പാടില്ല. ആ വക ചമ്മലൊന്നും ഞമ്മക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ തിരിച്ചു വന്നിട്ട് കേട്ടോ നമ്മളെ ബത്തളി മീനുണ്ടല്ലോ അത് പീര വെക്കാനാണ് കേട്ടോ ഒരുങ്ങണത്. അപ്പം തേങ്ങ ഉണ്ടായതുകൊണ്ട് ഞാൻ പീര ഉണ്ടാക്കാന്നുള്ളൂ. അപ്പം അതിക്കുള്ള ചതക്കല്ലതൊക്കെ ഒന്ന് ചതച്ചെടുക്കട്ടെ. ഇത് റെസിപ്പിയൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ പീര ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. താളിപ്പ് കറിയും പിന്നെ മത്തൻ്റെ എല്ലാം താളിപ്പുണ്ടായിരുന്നല്ലോ അതും പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മസാല പുരട്ടി വെച്ചതും ഒക്കെ ഉണ്ടായിനെ. പക്ഷേ ആ ബത്തൽ മീൻ കണ്ടപ്പോൾ തേങ്ങ ഉണ്ടായപ്പോൾ അപ്പം അങ്ങോട്ട് പീര ഉണ്ടാക്കണം എന്നൊരു തോന്നൽ. അങ്ങനെയുള്ള തോന്നിയാൽ പിന്നെ അപ്പം ഉണ്ടാക്കണം. പിന്നെ അപ്പം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പിറ്റത്തെ ദിവസം ഉണ്ടാക്കാൻ ആ മൂടുണ്ടാവില്ല. അപ്പോൾ വരുന്ന സമയത്ത് അപ്പം അങ്ങോട്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. അപ്പോൾ വണ്ടി പോയി ഒരു കറിവേപ്പില തണ്ടും മറിച്ചാണെങ്കിൽ നമ്മുടെ പീരത സെറ്റ് ആയിക്കണം കേട്ടോ. പിന്നെ ഞാൻ അധികം ഈ മീൻ വാങ്ങലില്ല കേട്ടോ. ഈ മീനെ കണ്ടാലും ഞാൻ വേറൊരു മീനും ആ മീൻകാരൻ്റെ അടുത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വാങ്ങിപ്പോകലാണ്. കാരണം നമ്മൾ നന്നാക്കണമെങ്കിൽ കുറച്ച് പണിയാണല്ലോ.
ആകെ മടിച്ചിട്ട് ഞാൻ അധികം വാങ്ങാതൊക്കെയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ക്ലീനിങ് ഇതാ നീയ കുട്ടിയാണ് ഏറ്റെടുത്തുക്കണത് കേട്ടോ. ഓള് പിന്നെ ക്ലീനിങ് ഒക്കെ ചെയ്താതാ കണ്ടോ, ഉള്ള ഡ്രസ്സൊക്കെ ആകെ കേട്ട് അലമ്പാക്കി അതൊക്കെ അയച്ചങ്ങനെ മേലഴുകി മാറ്റാനുള്ള കോലത്തിലാക്കൂട്ടോ ഓള്. ഈ പെണ്ണ് ഇന്റെ പോലെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. ക്ലീനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാ. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ വല്ല ക്ലീനിങ് ഒക്കെ ചെയ്ത് തരലുണ്ട് കേട്ടോ. ഓള് ക്ലീൻ ചെയ്താൽ പിന്നെ നല്ല പക്ക ഉഷാറാവും ചെയ്യും കേട്ടോ. പിന്നെ ചിലതെന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഓക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വല്ലാണ്ട് ഇങ്ങോട്ട് എതിർക്കാനൊന്നും പോകലില്ല കേട്ടോ. അങ്ങനെ ദാ നമ്മുടെ മീൻ പീരിയും പിന്നെ നമ്മുടെ മത്തൻ്റെ ഇല കറിയും പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വൈകുന്നേരത്തെ ഡിന്നർ പാസ്സാക്കിയത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.